കേരള രാഷ്ട്രീയം നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് നിലവിൽ കടന്നു പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 10 മാസങ്ങൾ മാത്രം അവശേഷിക്കെ കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. IPS ഓഫീസർമാർ ഉൾപ്പെടെയുള്ള പോലീസിലെ വലിയൊരു വിഭാഗം സംസ്ഥാനത്തെ ഭരണമാറ്റം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് സൂചനകൾ. ഈ വിലയിരുത്തൽ യാഥാർത്ഥ്യമാണോ അതോ പിണറായി സർക്കാരിന്റെ അടിത്തറയെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രതിസന്ധിയുടെ സൂചനയാണോ? നമുക്ക് വിഷയത്തെക്കുറിച്ച് വിശദമായി പരിശോധിക്കാം. കേരളത്തിലെ പോലീസ് സേന ഇന്ന് വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തന്ത്രപ്രധാനമായ തസ്തികകളിൽ ഇരിക്കുന്ന നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ തന്നെ സ്പെഷ്യൽ യൂണിറ്റുകളിലേക്ക് മാറാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ജൂനിയർ IPS ഓഫീസർമാർ മുതൽ സീനിയർ IPS ഉദ്യോഗസ്ഥരിൽ വരെ ഈ മനം മാറ്റം പ്രകടമാണ്. കുറച്ചു മാസങ്ങൾ മാത്രം ബാക്കിയുള്ള നിലവിലെ സർക്കാരിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് ഇവരുടെയൊക്കെ ശ്രമം. പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല വഹിക്കുന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ മുതൽ ക്രമസമാധാന ചുമതലയുള്ള ഡെപ്യൂട്ടി സൂപ്രണ്ടുമാർ ഉൾപ്പെടെയുള്ള മിക്ക ഓഫീസർമാരും സമാനമായ മാനസികാവസ്ഥയിലാണ്. ഒരു ഭരണമാറ്റം ഉണ്ടായാൽ തന്ത്രപ്രധാനമായ പദവികൾ നഷ്ടപ്പെടാതിരിക്കാനാണ് ഇവർ ഇപ്പോൾ തന്നെ ഒതുങ്ങാൻ ശ്രമിക്കുന്നത്. UDF അധികാരത്തിൽ വന്നാൽ ക്രമസമാധാന ചുമതല ലഭിക്കില്ലെന്ന് ഉറപ്പുള്ളവർ മാത്രമാണ് നിലവിൽ തങ്ങളുടെ സ്ഥാനങ്ങളിൽ തുടരാൻ ആഗ്രഹിക്കുന്നത്. നിലവിൽ ഇടതുപക്ഷ ഭരണത്തിൽ ഒതുക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കാവട്ടെ തങ്ങൾക്ക് ശാപമോക്ഷം ലഭിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത്. ഏകദേശം 10 വർഷത്തിന് ശേഷമെങ്കിലും തങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം വരുമെന്നാണ് ഇവർ കരുതുന്നത്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കും എന്നതിനാൽ പിണറായി സർക്കാരിന് മുന്നിൽ കുറഞ്ഞ മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇത് പോലീസിൽ മാത്രമല്ല മറ്റ് സർക്കാർ ജീവനക്കാരിലെ ഒരു വിഭാഗവും ഭരണമാറ്റം മുന്നിൽ കണ്ടുള്ള നിറംമാറ്റത്തിന് തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായ തിരിച്ചടിയാണ് ഭരണമാറ്റം ഉണ്ടാകുമെന്ന ഈ പ്രചാരണത്തിന് അടിസ്ഥാനം. IAS ഓഫീസർമാരിലെ ഒരു വിഭാഗവും അതുപോലെ ഭരണം മാറുമെന്ന വിലയിരുത്തലാണുള്ളത്. എന്നാൽ സർക്കാരിന് ഏറ്റവും വലിയ വെല്ലുവിളിയാകാൻ പോകുന്നത് പോലീസിലെ ഈ മനംമാറ്റം തന്നെയാണ്. പോലീസിന്റെ കെടുകാര്യസ്ഥതയും സർക്കാരിന്റെ പിഴവുകളും ഗവർണറുടെ നടപടിക്കെതിരെ ഭരണപക്ഷ സംഘടനകളും പിണറായി സർക്കാരിനെതിരെ പ്രതിപക്ഷ സംഘടനകളും ശക്തമായ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങാൻ പോകുന്ന സാഹചര്യത്തിൽ ഇത് പ്രതിരോധിക്കുന്നത് പോലീസിനും സർക്കാരിനും ഒരുപോലെ വെല്ലുവിളിയായിരിക്കും. ഒരു ചെറിയ പ്രകോപനം പോലും വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതിനാൽ പോലീസ് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. സംസ്ഥാന പോലീസിന്റെ നിലവിലെ അവസ്ഥ പരിശോധിച്ചാൽ മിക്കയിടത്തും ഒരു കുത്തഴിഞ്ഞ അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. ജനങ്ങൾക്കും ഇപ്പോഴത്തെ പോലീസിൽ വലിയ മതിപ്പൊന്നുമില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. പോലീസിനെ ഈ നിഷ്ക്രിയ അവസ്ഥയിലേക്ക് നയിക്കുന്നതിൽ അടുത്തിടെ ക്രമസമാധാന ചുമതലയുള്ള DGP പദവിയിൽ നിന്ന് വിരമിച്ച ഷെയ്ഖ് ദർവേഷ് സാഹിബിന് ഒരു വലിയ പങ്കുണ്ട്. സംസ്ഥാന പോലീസിനെ സ്വന്തം നിയന്ത്രണത്തിൽ നിർത്തിയിരുന്ന നിരവധി IPS ഓഫീസർമാർ ഇരുന്ന കസേരയിൽ അനിൽകാന്തും ഷെയ്ഖ് ദർവേഷ് സാഹിബും വന്നതോടെയാണ് സംസ്ഥാനത്ത് ശരിയായ പോലീസിന്റെ നടപടികൾ ഇല്ലാതായത്. ഈ കാര്യങ്ങളിൽ പിണറായി സർക്കാരിന് വലിയ പിഴവ് പറ്റിയെന്ന് CPM നേതാക്കൾ പോലും രഹസ്യമായി സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂർണ്ണമായും വിശ്വസിച്ച് പോലീസ് ഭരണം ഏൽപ്പിച്ചവരുടെ നിലവാരം സംസ്ഥാന പോലീസിന്റെ മനോവീര്യം കെടുത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടേഷന് പോയ IPS ഉദ്യോഗസ്ഥരിൽ മിക്കവാർക്കും കേരള കേഡറിലേക്ക് തിരിച്ചു വരാൻ താല്പര്യമില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഒരു വനിതാ IPS ഓഫീസർ ഈ അടുത്തിടെ കേരള കേഡർ തന്നെ ഉപേക്ഷിച്ച് കർണാടക കേഡറിലേക്ക് ചേക്കേറിയത് അടുത്തിടെയാണ്. ഇത് അസാധാരണമായ ഒരു നടപടിയായിട്ടാണ് വിലയിരുത്തപ്പെട്ടത്. സംസ്ഥാനത്തെ പോലീസിലെ നിയമനങ്ങൾ ആരുടെ സെലക്ഷൻ പ്രകാരമാണ് നടക്കുന്നത് എന്ന് CPM നേതൃത്വവും മുഖ്യമന്ത്രിയും പ്രത്യേകം പരിശോധിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന അഭിപ്രായം ഇടതുപക്ഷത്ത് പോലും ശക്തമാണ്. സംസ്ഥാന ഭരണം അവസാന ലാപ്പിലേക്ക് കടക്കുന്ന ഈ ഘട്ടത്തിലെങ്കിലും അത്തരം ഒരു പരിശോധന അനിവാര്യമാണെന്ന് ഈ വിഭാഗം ആവശ്യപ്പെടുന്നു. എന്തായാലും പോലീസിന്റെ നടപടിക്രമങ്ങൾ കൃത്യമായി നടക്കുന്നില്ലെങ്കിൽ എവിടെയോ എന്തൊക്കെയോ തകരാറുണ്ടെന്ന് വ്യക്തമാണ്. പുതിയ സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ മെച്ചപ്പെടുമെന്ന് സർക്കാർ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ സർക്കാരിന്റെ പ്രതിച്ഛായയെ തന്നെ വല്ലാതെ ബാധിച്ചു. ഈ വിഷയത്തിൽ ഇടതുപക്ഷത്തെ അണികളിൽ പോലും കടുത്ത അതൃപ്തി പ്രകടമാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ളവരും മാധ്യമങ്ങളും DGP നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെയും CPM-നെയും ശക്തമായി വിമർശിച്ചിരുന്നു. അതേസമയം നീണ്ട കാലത്തെ ഡെപ്യൂട്ടേഷൻ കാലാവധി പൂർത്തിയാക്കി മടങ്ങിയെത്തിയ റവാഡ ചന്ദ്രശേഖരെ മുൻനിർത്തി സംസ്ഥാന പോലീസിനെ ഭരിക്കാൻ പോലീസ് ആസ്ഥാനത്തെ തന്നെ മറ്റൊരു ഉന്നതൻ ശ്രമിക്കുന്നത് IPS ഉദ്യോഗസ്ഥർക്കിടയിലും കടുത്ത അതൃപ്തിക്ക് കാരണമായിട്ടാണ് ലഭിക്കുന്ന സൂചന. കേരള പോലീസിലെ ഈ ആഭ്യന്തര പ്രശ്നങ്ങളും ഭരണമാറ്റം സംബന്ധിച്ച സൂചനകളും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ LDF സർക്കാരിന് എന്തായാലും തിരിച്ചടിയാകും എന്നത് ഉറപ്പാണ്. ജനവിശ്വാസം നഷ്ടപ്പെട്ട ഒരു പോലീസ് സേനയുമായി ഒരു ഭരണകൂടത്തിന് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും? ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പങ്കുവയ്ക്കുക. പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി.